ഇതൊരു ബ്രസ പെട്രോളാണ്. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലായിപ്പോയി. ഓവർ സ്മോക്ക് കാരണമാണ് ഫെയിലായി പോയത്. ഇടയ്ക്കിടയ്ക്ക് ഓയിലായിട്ട് കത്തുന്നുണ്ട്. ഇത് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഓയിൽ 24,000 കിലോമീറ്ററായിട്ട് ഓയിൽ മാറാതെ വാഹനം ഓടിയിരിക്കുന്നത്. 10,000 കിലോമീറ്റർ അല്ല, ഒരു വർഷമാകുമ്പോൾ ഓയിൽ മസ്റ്റായിട്ട് മാറിയേ പറ്റൂ. ഈ ഓയിൽ മാറാതെ ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും. നമ്മൾ ഓയിൽ സ്റ്റിക്ക് എടുത്ത് നോക്കിയപ്പോൾ ഓയിൽ സ്റ്റിക്കിനകത്ത് പശ പോലെ ഓയിൽ കുറുകിയിരിക്കുകയോ ഒട്ടിപ്പിടിക്കുക കയ്യിൽ. ഇതുകൊണ്ടുള്ള കുഴപ്പം എന്നാന്ന് ഓയിൽ സമ്പിൽ നിന്ന് സ്ട്രെയിന് മുഖേന ഓയിൽ വലിച്ചിറങ്ങാൻ പ്രയാസം വരും. ഓയിൽ പമ്പ് വർക്കാകാൻ ഓയിൽ പമ്പ് ബ്ലോക്കാവും. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് തേയ്മാനം വരും. റിങ്സിന് കംപ്ലൈൻറ്റ് വരും. ഒത്തിരി കംപ്ലൈൻറ്റ് വരും. ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ എൻജിൻ സംബന്ധമായ വർക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാം. കംപ്ലൈൻറ്റ് പൂർണ്ണമായി ക്ലിയർ ആക്കാൻ പറ്റത്തില്ല വരും. 20,000 കിലോമീറ്റർ ആകുമ്പോൾ കൂളനും ബ്രേക്ക് ഫ്ലൂയിഡും മാറണം. 40,000 കിലോമീറ്റർ അല്ല 4 വർഷമാകുമ്പോൾ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ അങ്ങനെയുള്ള പാർട്സുകൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് മാറണം. സ്പാർക്ക് പ്ലഗ് പോലും മാറണം. സ്പാർക്ക് പ്ലഗ് ഷോർട്ടായിട്ടിരിക്കുകയാണ്. സ്പാർക്ക് പ്ലഗ് മാറിയിട്ടില്ല. എയർ ഫിൽട്ടർ മാറിയിട്ടില്ല. വാഹനത്തിന് പിന്നെ എങ്ങനെ പിക്കപ്പ് കിട്ടുന്നത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലൈൻറ്റുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. ഈ പിക്കപ്പ് കിട്ടാതെ വരും, വണ്ടി വലിക്കാതെ വരും, ഓവർ സ്മോക്ക് വരും. ഇങ്ങനെയുള്ള കാരണങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ കറക്റ്റ് സമയത്ത് പീരിയോഡിക്കായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ എയർ ഫിൽട്ടർ വരെ ഭയങ്കര ബ്ലോക്കാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.